ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മുരിഞ്ഞ വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വടയാണിത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഉഴുന്നുവടയാണെന്ന്. പക്ഷേ ഇത് ഉഴുന്നുവടയല്ല. ഉഴുന്നുവടയേക്കാൾ ഏറെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വടയാണിത്. ഈ ഒരു വട നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് കപ്പ വെച്ചിട്ടാണ്, വേവിച്ച കപ്പ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് തലേ ദിവസമോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ വേവിച്ചിട്ടുള്ള കപ്പ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വട റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. വട റെഡിയാക്കാനായിട്ട് ഞാനിതാ അവിടെ വേവിച്ചിട്ടുള്ള കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നല്ല പോലെ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഞാനിതായത് ഇവിടെ ഒരു പൊട്ടാറ്റോ സ്മാഷർ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഉടച്ചെടുക്കാവുന്നതാണ്. ഒട്ടും കട്ടയില്ലാതെ വേണം ഇതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കപ്പയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളിത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഈ ഒരു സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് കടലപ്പൊടിയും കൂടെയാണ്. രണ്ടും സെയിം അളവിൽ തന്നെയാണ് എടുക്കേണ്ടത്. 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് 1/2 കപ്പ് കടലമാവ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 പച്ചമുളക് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അല്പം കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് കുരുമുളക് ചതച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാദ്യം നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആകുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മൾ ആ കപ്പയിലുള്ള ഒരു വെള്ളം തന്നെ മതി ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നല്ല പോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അങ്ങനെ കപ്പയൊക്കെ ഇതാ അവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടണം എങ്കിൽ മാത്രമേ നമ്മളെ വട കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ടൈമില്ല എങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. ഞാനിത് ഇവിടെ ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് വട റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ അല്പം ഓയിലോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൽ നിന്നും അല്പം മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ബോളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഇത് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഉഴുന്നുവടക്കൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഹോള് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കൈവിരൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്തൊന്ന് ഹോളാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നേരെ ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വട മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ വടകളായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ അതിൻ്റെ ഉൾവശം കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. കപ്പ ഓൾറെഡി കുക്കായതാണ്. അരിപ്പൊടിയും കടലമാവും കൂടെ നമുക്കൊന്ന് കുക്കായി കിട്ടണം.
ആ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ ഒരു കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അങ്ങനെ അതാ നല്ല അടിപൊളിയായിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിൽ തോന്നുന്നുണ്ട് അല്ലേ? പക്ഷെ അതിലേറെ ടേസ്റ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു വട കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറംഭാഗം നല്ല മൊരിഞ്ഞിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു വടയാണ്. ഈ ഒരു വടയുടെ കൂടെ നമുക്ക് ചട്നി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് ബാക്കി വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.